ഹലോ ഗായ്സ്, ചേച്ചി ഉണ്ടാക്കിയ സ്വീറ്റ് അടിപൊളിയായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമന്റിലൂടെ ചേച്ചി അറിയിക്കണം റെസിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ് എല്ലാവർക്കും കൊണ്ടുവന്ന് സൂപ്പറായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സെലിബ്രേഷനിന് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സ്വീറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് എല്ലാ സെലിബ്രേഷനും നമുക്ക് ഈ സ്വീറ്റ് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റത്തില്ല കേട്ടോ. വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കേണ്ട ഒരു 20 മിനിറ്റ് നമുക്ക് മതി ഈ സ്വീറ്റ് തയ്യാറാക്കാനായിട്ട്. എനിക്കിത് തയ്യാറാക്കുമ്പോൾ ഒരു 100 രൂപയ്ക്കകത്തൊക്കെ ആയുള്ളൂ കേട്ടോ. നമ്മൾ വാങ്ങാനായിട്ട് പോകുമ്പോൾ ഒരുപാട് കാശ് ഇതിനു വേണ്ടി ചിലവാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്വീറ്റ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് ഫ്രീഡം. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു അരിപ്പയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു 150 ഗ്രാം കടലമാവ് നമുക്കിതുപോലെ, ഞാൻ ഈ കപ്പിലാണ് അളക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അളവ് കറക്റ്റ് അങ്ങനെ വേണമെങ്കിൽ ഒരു കപ്പ് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അളന്നാലും മതിയാവും. അപ്പോൾ അതിലോട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട്. മിൽക്ക് പൗഡറിൻ്റെ അളവ് ഇപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പൂണ് കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അത് നമുക്കിതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിക്കൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ ഇപ്പോൾ ഈ കടലമാവായതുകൊണ്ട് തന്നെ കുറച്ച് നനവിൻ്റെ ഒരു ഇത് അതിലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ നല്ല രീതിക്ക് ഫൈനായിട്ടൊന്ന് അരിച്ചെടുക്കാം, രണ്ടും കൂടെ ചേർത്തിട്ട്. അതിനുശേഷം നമ്മൾ ഏത് കപ്പിലാണോ നമ്മളിപ്പോൾ മാവ് എടുത്തിട്ടുള്ളത് ആ കപ്പിൽ തന്നെ നമുക്ക് ഒരു കപ്പ് നിറയെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് കട്ട കെട്ടാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഉടച്ച് നല്ല ഒരു ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ മാവെടുത്ത കപ്പിൽ തന്നെ 1.5 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതേ സെയിം കപ്പ് തന്നെയാണ്. അളവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 150 ഗ്രാം മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അലിയിച്ചെടുക്കാം. പഞ്ചസാരയും വെള്ളവും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലുണ്ടല്ലോ പഞ്ചസാര കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അലിയിച്ചെടുക്കുന്നത്. അപ്പോൾ അലിയിച്ചെടുക്കുന്നതിൻ്റെ ഒരു പാകം ഞാനിത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളിത് ഷുഗർ അലിയിച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് അലിയിച്ചെടുക്കാൻ പാടില്ല. ഈ ഷുഗർ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. അത് വീണ്ടും വീണ്ടും തിളപ്പിച്ച് അത് നല്ല രീതിക്ക് കട്ടിയാകുന്ന ആ ഒരു പരുവത്തിൽ ഒരിക്കലും നിങ്ങളത് പ്രിപ്പറേഷൻ ചെയ്യരുത്. ഇപ്പോൾ തരിയായിട്ടാണ് ഇരിക്കുന്നത്, നന്നായിട്ട് അലിഞ്ഞിട്ടില്ല. കുറച്ചുകൂടെ നല്ല രീതിക്കൊന്ന് അലിഞ്ഞ് കിട്ടാനുണ്ട്. അപ്പോൾ തീ വന്നിട്ട് കൂട്ടി വെച്ചാലും കുഴപ്പമില്ല, നമുക്കൊന്ന് അലിഞ്ഞ് കിട്ടണം ഷുഗർ, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല രീതിക്കൊന്ന് അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ കാണിച്ചു തരാം. അതായത് ഇതുപോലെ ഇങ്ങനെയായിരിക്കും. ഇതിപ്പോൾ നമുക്ക് നല്ല ഒട്ടിപ്പിടുത്തമില്ല കേട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ നമ്മുടെ ഈ സ്വീറ്റ് കട്ട കെട്ടിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ചായിട്ട് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന ആ ഒരു മാവ് ഇതിലോട്ട് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനെ കൈ വിടാതെ അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അടുത്തതും കൂടെ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ 3 തവണയായിട്ടാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കൈ വിടാതെ ഒന്ന് ഇളക്കണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഒരു കമൻറ്റൊക്കെ ഇടാം. ഇതിൽ നമുക്കിപ്പോൾ ഷുഗറിൻ്റെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചെറിയൊരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുള്ളൂ. നല്ല രീതിക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നു. എന്നിട്ട് ഞാനിപ്പോൾ യെല്ലോ കളറിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇതിലോട്ട് നിങ്ങൾക്ക് ഫുഡ് കളറിൻ്റെ നല്ല ലിക്വിഡായിട്ടുള്ളതുണ്ടെങ്കിൽ അത് ചേർക്കാം.
ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിങ്ങനെ കൈവിടാതെ ഒന്ന് നല്ല രീതിക്ക് ഇളക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ഒഴിക്കാനുള്ള ട്രേ ഒക്കെ ഞാൻ നേരത്തെ തന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. കാര്യം നമുക്കിത് തയ്യാറാക്കാനായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കേണ്ട ജോലിയാണ്. അപ്പോൾ നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ ട്രേ ഒക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ പാനിൽ നിന്നും ഇതുപോലെ ഒന്ന് വിട്ട് കിട്ടണം. ആ രീതിക്ക് വേണം തയ്യാറാക്കിയെടുക്കാൻ. ഞാനിപ്പോൾ കാണിക്കുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല രീതിക്ക് ഇതിങ്ങനെ വിട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇതിലോട്ട് ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ചേർക്കാൻ പാടില്ല. നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് വിട്ട് വരുന്ന രീതിക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് നല്ല രീതിക്കൊന്ന് നമുക്ക് ഇളക്കി നല്ല രീതിക്ക് ഈ നമ്മുടെ പാനിൽ നിന്ന് നമുക്ക് ഈ ഒരു മിക്സ് വിട്ട് കിട്ടണം. അങ്ങനത്തെ ഒരു രീതിക്ക് നമുക്ക് തയ്യാറാക്കി. ഇപ്പോൾ നല്ല രീതിക്ക് തയ്യാറായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിവിടെ തയ്യാറാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കേക്ക് മോൾഡിൻ്റെ അകത്താണ് ഞാനിപ്പോൾ ഈ കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നല്ല രീതിക്ക് ടാപ്പ് ചെയ്തെടുക്കാം. ടാപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് നിരത്തി ഫുള്ളും നല്ല രീതിക്കൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് നോർമൽ ടെമ്പറേച്ചറിൽ വച്ചിട്ട് വേണമെങ്കിലും തണുപ്പിച്ചെടുക്കാം. പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് തണുപ്പിച്ചെടുത്തത്, പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതിനി നമുക്കിത് പ്രത്യേകം മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് പ്രത്യേകം മാറ്റിയെടുത്ത് ഇപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് നമ്മളിതുപോലെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് തണുപ്പുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നമുക്ക് കട്ടായി കിട്ടത്തില്ല. ഒരു 2 മിനിറ്റിനകത്ത് ഈ തണുപ്പൊന്ന് മാറി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും, ഓരോ പീസായിട്ടും. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇത് നമ്മുടെ മൈസൂർ പാക്കാണ്. ഇത് വളരെ വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു സ്വീറ്റാണ്. എല്ലാം നമ്മുടെ ഇന്ത്യൻ സെലിബ്രേഷൻ എല്ലാം നമ്മൾ ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധനമാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു 20 മിനിറ്റിനകത്ത് നമുക്ക് വീട്ടിലിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.